ഇവിടെ ഡെറൈവ് ചെയ്യുന്നത് SC=UT+12AT² കാൽക്കുലസ് മെത്തേഡിലാണ്. ഇതിനു മുന്നേ V=U+AT ഡെറിവേഷൻ ചെയ്തിട്ടുണ്ട്. അതിൽ ഇൻ്റഗ്രേഷൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഇൻ്റഗ്രേഷൻ അറിയാൻ വയ്യാത്തവർ ആ വീഡിയോ കണ്ടിട്ട് വേണം ഈ വീഡിയോ കാണാൻ. ഇവിടെ എന്ന് ചോദിച്ചാൽ ഒരു ബോഡി അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് കോൺസ്റ്റൻറ്റ് ആക്സിലറേഷനിൽ മൂവ് ചെയ്യുകയാണ്. എ എന്ന പൊസിഷനിൽ എത്തുമ്പം ഇതിൻ്റെ വെലോസിറ്റിക്ക് ചേഞ്ച് വരുമല്ലോ. ആ സമയത്തുള്ള വെലോസിറ്റിയാണ് യു. ഉദാഹരണത്തിന് 2 m/s² ആണ് ആക്സിലറേഷൻ എങ്കിൽ ഇവിടെ എത്തുമ്പോൾ 2, ഇവിടെ 4 m/s വെലോസിറ്റിയായി. പിന്നീട് ഇവിടെ എത്തുമ്പോൾ 6 m/s വെലോസിറ്റിയായി. ഇവിടെ എത്തുമ്പോൾ 8 m/s വെലോസിറ്റിയായി. അതാണ് ഫൈനൽ വെലോസിറ്റി വി. ഇത് എയിലെ ഇനിഷ്യൽ വെലോസിറ്റി യു. നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഇവിടുന്നല്ല, ഇവിടുന്ന് എടുക്കുന്നുണ്ട് ടൈം 0. ഇവിടുത്തെ ടൈം ഉദാഹരണത്തിന് 10 സെക്കൻഡ് ആണെങ്കിൽ അതാണ് ടി. എയിൽ ഡിസ്പ്ലേസ്മെൻറ്റ് തുടങ്ങുക. എയിൽ 0 ആയിരിക്കുമല്ലോ ഡിസ്പ്ലേസ്മെൻറ്റ്. ഇവിടം വരെ ഒരു 20 മീറ്റർ ആണെങ്കിൽ അതാണ് എസ്, ഡിസ്പ്ലേസ്മെൻറ്റ് എസ്. ഇവിടെ നമ്മൾ കാണുന്നത് വെലോസിറ്റിയുടെ ഇക്വേഷൻ അറിയാം, ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം. അന്നേരം V ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം എടുത്ത്. അന്നേരം ഈ വെലോസിറ്റി എന്ന് വെച്ചാൽ ഇത്ര ഒരു പോർഷന് നടന്നതാണ്. ഇത് മൊത്തത്തിൽ എസ് ആണ്. ഇത്ര ഒരു പോർഷനിൽ നടന്ന വെലോസിറ്റി ഡിസ്പ്ലേസ്മെൻ്റ് ആണെങ്കിൽ നമ്മൾ കാണുന്നത് DS ആയിട്ട് എടുക്കും. ഇവിടെ ഒരു സമയം ഉണ്ടല്ലോ, അത് വളരെ കുറഞ്ഞ സമയമായതുകൊണ്ട് DT. ഇനി ഡിസ്പ്ലേസ്മെൻറ്റ് DS V dt. ഇതിനകത്തുനിന്ന് ഡിസ്പ്ലേസ്മെൻറ്റ് എസ് കാണണമെങ്കിൽ രണ്ടും ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അന്നേരം ഇൻ്റഗ്രേറ്റിംഗ് ഓൺ ബോത്ത് സൈഡ്സ്. DS ഇൻ്റഗ്രൽ DS V ഇൻറ്റു മൊത്തത്തിൽ ഇൻ്റഗ്രൽ ഇടുന്നില്ല. കാര്യം എന്ന് വെച്ചാൽ ഇവിടെ വിത്ത് റെസ്പെക്ട് ടു DT ആണ്. ഇത് T ആണെങ്കിൽ നമുക്ക് ഇൻ്റഗ്രേഷൻ ചെയ്യാം ഇക്വേഷൻ വെച്ച്. പക്ഷേ ഇത് DT ആകുമ്പോൾ T ആണ് വേണ്ടത് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ. ഇവിടെ V ആയതുകൊണ്ട് അത് കോൺസ്റ്റൻ്റ് ആയിട്ട് എടുക്കും. അതുകൊണ്ടാണ് ഇത് പുറത്തെടുക്കുന്നത് DT. നമുക്കറിയാം ഇക്വേഷൻ V U+AT. ഇത് വിയുടെ സ്ഥാനത്ത് കൊണ്ടിടുക. U+AT വിക്ക് പകരം ഇടുക. ഇത് നമുക്കൊരു ഇക്വേഷൻ 1 പറഞ്ഞിട്ട് ഇത് 2. സബ്സ്റ്റിറ്റ്യൂട്ട് ഇക്വേഷൻ 2 ഓൺ ഇക്വേഷൻ 1. അന്നേരം ഇൻ്റഗ്രേഷൻ DS U+AT ഇൻറ്റു ഇൻ്റഗ്രൽ DT. ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആണ്. ഇവിടെ SC=S ആണ്. ലിമിറ്റ് കൊടുത്തില്ലെങ്കിലും വിലയ്ക്ക് വ്യത്യാസം വരത്തില്ല. കാര്യം എന്ന് വെച്ചാൽ ഇൻ്റഗ്രേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. കാര്യം എന്ന് വെച്ചാൽ ഈ 0 മുതൽ S വരെ ആയതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെ ആണെങ്കിൽ ലിമിറ്റ് കൊടുക്കാതെ ചെയ്യാം. അന്നേരം അതൊന്നും കൂടി എളുപ്പമാവും. DSൻ്റെ ഇൻ്റഗ്രൽ അത് അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ചെയ്യാം. DS ഇതിനെ അങ്ങോട്ട് അകത്തോട്ട് കയറ്റി ഗുണിക്കുക. U ഇൻറ്റു ഇൻ്റഗ്രൽ DT. U എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റാണ്. T ആണെങ്കിൽ നമുക്ക് അകത്തിടായിരുന്നു. അതുകൊണ്ട് U ഇൻറ്റു ഇൻ്റഗ്രൽ DT പ്ലസ്
എ ഉണ്ട്, ടി ഉണ്ട്, ഡി ടി ഉണ്ട്. ടിയെ നമുക്ക് അകത്ത് കൊണ്ടുപോയാൽ മതി. കാര്യം വെച്ചാൽ വിത്ത് റെസ്പെക്ട് ടു ഡി ടി ആയതുകൊണ്ട് ടിയെ നമുക്ക് ഇക്വേഷൻ വെച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. അന്നേരം എ ടി ഇൻറ്റു ഡി ടി. ഡി എസിൻ്റെ ഇൻ്റഗ്രൽ പറഞ്ഞായിരുന്നു എസ്. അതുപോലെ ഡി ടി ആകുമ്പോഴും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ടി. ടി ഇൻറ്റു ഡി ടി അന്നേരം നമുക്കറിയാം എക്സ് റൈസ് ടു എൻ ഇൻറ്റു ഡി എക്സ് ഈസിക്കൽ ടു എക്സ് റൈസ് ടു എൻ പ്ലസ് വൺ ബൈ എൻ പ്ലസ് വൺ ആണ്. ഇവിടെ എക്സ് റൈസ് ടു എന്നിൻ്റെ സ്ഥാനത്ത് ടി ആണ്. ടി ഇൻറ്റു ഡി ടി ആണ്. എന്നെന്ന് ചോദിച്ചാൽ പവറാണ്. ഇവിടെ മേളിലൊന്നും ഇല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം അവിടെ ഒരു ഒന്നുണ്ടെന്നില്ലയോ. അന്നേരം ടി റൈസ് ടു വൺ. അന്നേരം എക്സ് റൈസ് ടു എൻ പ്ലസ് വണ്ണിൻ്റെ സ്ഥാനത്ത് ടി റൈസ് ടു വൺ പ്ലസ് വൺ ബൈ എൻ പ്ലസ് വൺ, വൺ പ്ലസ് വൺ, ടി സ്ക്വയർ ബൈ ടു. ഇത് നോട്ട് ചെയ്യുക. ഇത് ഇതിനകത്ത് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. എസ് ഡി എസിൻ്റെ എസ് ഈസിക്കൽ ടു യു ഇൻറ്റു ടി ഡി ടി ടി പ്ലസ് എ ഇൻറ്റു ടി സ്ക്വയർ ബൈ ടു, ടി സ്ക്വയർ ബൈ ടു. എസ് ഈസിക്കൽ ടു യു ടി പ്ലസ് എ ഇൻറ്റു ടി സ്ക്വയർ ബൈ ടുവിനെ നമ്മൾ ഹാഫ് ആയിട്ട് എടുത്തിട്ട് എ ടി സ്ക്വയർ ഡിറൈവ് ചെയ്ത്. ലിമിറ്റ് ഇട്ടാണ് ചെയ്യേണ്ടത്. നമുക്ക് ലിമിറ്റ് ഇടേണ്ട, അത് ഒന്നും കൂടി കോംപ്ലക്സ് ആവും. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. ഇതിനകത്ത് ആദ്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ എന്താണ് കാണുന്നത്? എസ് ഈസിക്കൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ കാൽക്കുലസ് മെത്തേഡിൽ ഇക്വേഷൻ ഡിറൈവ് ചെയ്യണം. ഇത് മാത്രം നോട്ട് ചെയ്യുക. ഇത് ചെയ്തു തുടങ്ങണമെങ്കിൽ വെലോസിറ്റി വി ഈസിക്കൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം, സ്മോൾ ടൈമിൽ നടക്കുന്ന സ്മോൾ ഡിസ്പ്ലേസ്മെൻ്റ് ആയതുകൊണ്ട് ഡി എസ് ബൈ ഡി ടി. എന്നിട്ട് ഇതിനകത്തുനിന്ന് ഡിസ്പ്ലേസ്മെൻറ്റ് ആണ് കണ്ടെത്തേണ്ടത്. അതുകൊണ്ട് ഡി എസ് എഴുതുക. ഡി എസ് എടുക്കുന്നതെന്ന് വെച്ചാൽ വി ഇൻറ്റു ഡി ടി. എന്നിട്ട് ഇൻ്റഗ്രേറ്റിംഗ് ഓൺ ബോത്ത് സൈഡ്സ് ഡി എസ് വി ഇൻറ്റു ഡി ടി. പിന്നെ ഇമ്പോർട്ടൻ്റ് അടുത്ത ഒരു സബ്സ്റ്റിറ്റ്യൂഷനാണ് വി ഈസിക്കൽ ടു യു പ്ലസ് എ ടി ഇവിടെ കൊണ്ടിടുക. അന്നേരം ഇൻ്റഗ്രൽ ഡി എസ് ഈസിക്കൽ ടു യു പ്ലസ് എ ടി ഇൻറ്റു ഡി ടി അകത്തോട്ട് കയറ്റി ഗുണിക്കുക. യു ഇൻറ്റു ഡി ടി. യു പുറത്തെടുക്കാനുള്ള റീസൺ എന്ന് വെച്ചാൽ അത് കോൺസ്റ്റൻ്റ് ആണ്. അടുത്ത സ്റ്റെപ്പ് എ ടി ഇൻറ്റു ഡി ടി ആണ്. നമ്മൾ എ പുറത്തെടുക്കുന്നത് കോൺസ്റ്റൻ്റ് ആണ്. ടി ഇടുന്നതെന്ന് വെച്ചാൽ ടി എന്ന് പറയുന്നത് വിത്ത് റെസ്പെക്ട് ടു ഡി ടി വെച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. എക്സ് റൈസ് ടു എൻ പ്ലസ് വൺ ബൈ എൻ പ്ലസ് വൺ. എക്സിൻ്റെ സ്ഥാനത്താണ് ടി. എന്നിട്ട് ചെയ്തെടുക്കുമ്പോൾ ഇക്വേഷൻ വരും.